എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ 2024 LDCയുടെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ തിരുവനന്തപുരം LDC നടന്ന ദിവസമാണല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഇപ്പോൾ പ്രിലിംസ് ഇല്ല, നേരെ ഒറ്റ എക്സാമാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് വരുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് കൂടുതലുണ്ട്, അങ്ങനെ പല ആശങ്കകളും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കണ്ടു കാണും, കുറേ പേര് എഴുതി കാണല്ലേ തിരുവനന്തപുരം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മളിതിൽ ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ച കുറച്ച് ടോപ്പിക്സ് ഉണ്ടല്ലോ, ഈ ദിവസങ്ങളിൽ പഠിച്ച കുറച്ച് ടോപ്പിക്സിൽ നിന്നും ഇപ്പോൾ പദ്ധതി, പിന്നെ ഹരിത വിപ്ലവം, പിന്നെ കഴിഞ്ഞ ദിവസം പഠിച്ച ചന്ദ്രയാനിൽ നിന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു നമ്മൾ 10 ക്ലാസ് പഠിച്ചിരുന്നതിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഒരു 5-6 മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 6 മാർക്കോളം അതിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതല്ലാതെ നമ്മൾ ഓൾറെഡി LDC ടൈം ടേബിൾ വച്ചിട്ട് ടെലഗ്രാമിൽ ഓരോന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ SCERTയുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്കറിയാം, ഇക്കണോമിക്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ SCERT ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ SCERTയിലുള്ള നമ്മുടെ LDC സിലബസിലുള്ള കാര്യങ്ങളൊക്കെ SCERT ടച്ച് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിക്ക് വേണം പഠിക്കാനായിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഇതിൽ ആദ്യം വന്നിരിക്കുന്നത് നമുക്കറിയാം, എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞതായിരുന്നല്ലേ, കാലഗണനാക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഈ കാര്യങ്ങൾ വരാറുണ്ട്, ലഹളകൾ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ എന്താണ്, ഇത് ശരിയായിട്ടുള്ളത് കണ്ടെത്താൻ പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ജാലിയൻവാലാ ബാഗൊക്കെ നമ്മൾ എപ്പോഴേ പഠിക്കുന്നതാണല്ലേ. അപ്പോൾ അതും സിമ്പിളായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് ഈ 2 എണ്ണം. പിന്നെയുള്ള നാറ്റോയുടെ ആസ്ഥാനം മാത്രം അറിയാമെങ്കിൽ തന്നെ അല്ലേ, ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ്. ഇതിൽ ഏതാ ചോദിച്ചിട്ടുള്ളത്? ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം തന്നെ നമുക്ക് ഏകദേശം അറിയാം ബന്ധമില്ലാത്തത് ഏതാ വരുന്നത്, ജനീവ. 2 വരുന്ന ഓപ്ഷൻസ് ആകെ 2 എണ്ണമുള്ളൂ. അങ്ങനെ ഓപ്ഷൻസൊക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓപ്ഷൻസൊക്കെ ഇന്ന് നമുക്ക് കൂടുതൽ എലിമിനേഷൻ ടെക്നിക്കിലൂടെ ഉപയോഗിക്കാനൊക്കെ പറ്റുമായിരുന്നു അല്ലേ. ആ രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരുന്നു. അപ്പോൾ നാറ്റോയും നമുക്കങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഏതിലാണ് വരുന്നത്? നാറ്റോ ഏതിലാണ് വരുന്നത്? നമ്മുടെ ഹിസ്റ്ററി തന്നെ ലോകം നമ്മൾ പഠിച്ചില്ലേ. ലോകത്തിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചിരുന്നത്? അമേരിക്കൻ, ഫ്രഞ്ച് റവല്യൂഷൻസ് നമ്മൾ പഠിച്ചു. ഇനിയപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നോക്കണം? ഐക്യരാഷ്ട്ര സംഘടന, UN, പിന്നെ ഇതുപോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇത് നമ്മൾ ജാക്കോബിയൻ ക്ലബിൻ്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, റവല്യൂഷൻ പഠിച്ച സമയത്ത് പഠിച്ചതാണ്. അപ്പോൾ ഇതും അതിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇപ്പോൾ ഈ 5 ക്വസ്റ്റ്യനിലും നമുക്ക് കറക്റ്റായിട്ട് അല്ലേ നോക്കിപ്പോയാൽ തന്നെ ഈ എലിമിനേഷൻ ടെക്നിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 5 ക്വസ്റ്റ്യന് നമുക്ക് ഏകദേശം എല്ലാം അറിഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ എലിമിനേഷൻ ടെക്നിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എനിക്കിന്ന് എക്സാം ഉണ്ടായില്ല, അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. ഇനി പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴും PSC പണ്ടുമുതലേ ചോദിക്കുന്ന കാര്യമാണ് പുനഃസംഘടനാ കമ്മീഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ശരിയായ പ്രസ്താവന, ശരിയായത് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അടുത്തതിൽ തെറ്റായ പ്രസ്താവനകൾ, അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി, പിന്നെയോ നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്, ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്, ദേവപ്രയാഗിൽ വന്ന് കൂടിച്ചേരുന്ന അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ എവിടെ കൂടിച്ചേരുന്നു? ദേവപ്രയാഗിൽ കൂടിച്ചേരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് 1ഉം 3ഉം തെറ്റാണല്ലേ. ഏതാണ്? 1ഉം 3ഉമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? അഗുൽ-ഹൗസ് പ്രവാഹമാണ്. ഇനി ശരിയായ പ്രസ്താവനയിൽ ജോഗ്രഫിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ കാര്യങ്ങൾ. പിന്നെ ഉഷ്ണമേഖലാ കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹരിക്കെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ എപ്പോഴും PSC ചോദിക്കുന്ന ഒരെണ്ണമാണ് ഏത്? നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. കൊല്ലം കോട്ടപ്പുറം, ഇപ്പോൾ അത് കൊല്ലം കോഴിക്കോട് എന്നുള്ളത്. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം ഇതിൽ നമ്മൾ 5 എണ്ണം ആദ്യം ഹിസ്റ്ററി കണ്ടല്ലോ. പിന്നെയുള്ള ഭൂമിശാസ്ത്രമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒരു 10
13 നോക്കുമ്പോൾ കാണുന്നത്. ഈ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ തന്നെ 2 വന്നിട്ടുണ്ട്. അപ്പോൾ അത് അറിയാവുന്നവരാണെങ്കിൽ 2 മാർക്ക് അപ്പം തന്നെ കിട്ടും അല്ലേ. ഇപ്പോൾ സൗദി അറേബ്യ, പിന്നെ ഹരിത വിപ്ലവം, ഇത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹരിത വിപ്ലവം ഓർക്കുന്നുണ്ടോ? ഹരിത വിപ്ലവം ഈ അവസാനം ഓരോ ടോപ്പിക്, ഹോട്ട് ടോപ്പിക്സ് ഒരു 10 എന്താണ്ടാണ് 9 10 നമ്മൾ ചെയ്തോളൂ അവസാനം. അതിന് മുന്നേ നമ്മളെല്ലാം പഠിച്ചതാണ് SCERT വെച്ചിട്ട്, ഓർക്കുന്നില്ലേ? അപ്പോൾ അതിൽ ഉണ്ടായിരുന്നൊരു ഇതാണ് അല്ലേ. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചോദ്യം എന്താണ്, ഭാഗമല്ലാത്ത പ്രസ്താവന എന്നുള്ളതാണ്. ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇതിൽ ഭാഗമല്ലാത്ത പ്രസ്താവന, അതായത് ശരിയല്ലാത്തത്. ഇവിടെ നോക്കി, പ്രസ്താവന 1, 2, 3 ശരിയാണ്, പ്രസ്താവന 4 ശരിയല്ല അല്ലേ. ഹരിത വിപ്ലവം ഏതാണ്? 3ാമത്തെ പഞ്ചവത്സര പദ്ധതി. നമ്മൾ 1960 ആ കാലഘട്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞതായിരുന്നു. 1ാം ഘട്ടം 2ാം ഘട്ടം എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അത് തന്നെ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഉൽപാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം എഴുതാനാണ്. നമുക്ക് 2022-23 കണക്കുകൾ പ്രകാരമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ RBIയുടെ റിപ്പോ റേറ്റിൻ്റെ കാര്യം, RBI എന്ന് പറയുന്നതിൻ്റെ ഇത് ഈ 2 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റ് തന്നെയാണ്. പിന്നെന്തായിരുന്നു? ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ തന്നിട്ടുണ്ട്. അത് ശരിയായ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ ക്രമം. ഇതും നമുക്ക് എന്ത് ചെയ്യാം? ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷൻ്റെ രൂപീകരണം. നമുക്ക് ഇതും അതുപോലെ തന്നെ ഏറ്റവും ആദ്യം വരുന്നത് ഏതാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അല്ലേ. ആദ്യം ആസൂത്രണ കമ്മീഷൻ്റെ രൂപീകരണം വരുന്നുണ്ട്, പിന്നെ ഭൂപരിഷ്കരണം വരുന്നുണ്ട്, പിന്നെ ബാങ്ക് ദേശസാൽക്കരണം, ഏറ്റവും അവസാനമല്ലേ 500,000 നോട്ടുകളുടെ നിരോധനം വന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇവിടെ നോക്കി ഓപ്ഷൻ 3 ആണ് ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് അതും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതായിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്യല്ല, എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പിന്നെയോ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പാക്കി. അത് 2 പ്രസ്താവനയും ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമാണ്. അതാണ് വന്നിട്ടുള്ളത്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ക്വസ്റ്റ്യൻ അല്ലേ. ഇതും നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. എങ്ങനെയാണ്? നമ്മൾ നീതി ആയോഗിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സഹകരണ ഫെഡറലിസം എടുത്തു പറഞ്ഞതായിരുന്നു. സഹകരണ ഫെഡറലിസം അല്ല, എന്താണ്? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതായിരുന്നു സഹകരണ ഫെഡറലിസം. അപ്പോൾ മൂന്നാമത്തെ ഡി എന്നുള്ളത് കിട്ടിയാൽ തന്നെ നമുക്കിതിൽ ആൻസർ കിട്ടൂലായിരുന്നോ? കിട്ടും. അപ്പോൾ അതൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ 1991 ന്യൂ എക്കണോമിക് പോളിസിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റിയിട്ടുള്ളത് നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയൊക്കെ നേരത്തെ മുതൽ പഠിക്കുന്നതായതുകൊണ്ട് എല്ലാവർക്കും ഇതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയൊക്കെ കിട്ടും. ഇക്കണോമിക്സ് കുറച്ചും കൂടി നല്ല രീതിക്ക് പഠിക്കുന്നവർക്ക് ഓക്കെ ആയിരിക്കും. എന്നാലും ഒരു ഡൗട്ട് വരാനുള്ള ചാൻസുകളും ഇതിലുണ്ട്. കാരണം പ്രസ്താവന 1, 2 ശരിയാണ്, പ്രസ്താവന 3 അങ്ങനത്തെ ഒരു ഇത് വരുന്നത് കൊണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓക്കെ അല്ലായിരുന്നു എല്ലാവർക്കും. ഇതിൽ ശരിയായതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ BR അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ. പിന്നെ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വോട്ടവകാശത്തെ പറ്റിയിട്ടും ഭേദഗതി ഏതൊക്കെയാണ് ഭേദഗതി എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. ഇതിൽ ഈ വോട്ടവകാശത്തിൻ്റെ സാർവത്രിക വോട്ടവകാശത്തിൻ്റെ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 3 കറക്റ്റാണെന്ന് അറിയുന്നവർക്ക് എന്ത് ചെയ്യാം? 1ഉം 3ഉം ശരിയാണ് എന്നുള്ളത് കിട്ടും. പിന്നെ അതല്ല, ഇവിടെ വേറൊരു ഓപ്ഷൻ കണ്ടോ, 1 മുതൽ 4 വരെ ശരി എന്ന് കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 4 വരെ ശരി എന്നുള്ളത്. അപ്പം അത് രണ്ടും കൺഫ്യൂഷൻ ആവാതെ, അതായത് ഇതിലെ ഇടയിലുള്ള വേറെ ഏതെങ്കിലും ഒരെണ്ണം ഓക്കെയാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 1 ശരിയാണ്, പിന്നെ അതാ ശരി 3ഉം ശരിയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഡി ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കും. പിന്നെ ഉണ്ടായിരുന്നത് എന്താണ്? രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ, കമ്മീഷൻസിൽ എപ്പോഴും വരുന്നതാണ്. ഇപ്പോഴത്തെ കേന്ദ്ര
യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി ആരാണ്? മാൻസുഖ് മാണ്ഡവ്യ എന്നുള്ളത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ പറ്റിയിട്ട് എത്രാമത്തെ പ്രസിഡൻ്റാണ്, എവിടെ നിന്ന് അല്ലേ ഗവർണറായി സേവനം അനുഷ്ഠിച്ചത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായിരുന്നത് അത് എവിടത്തെയായിരുന്നു? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അല്ലേ. പിന്നെ അതേ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച സ്നേഹസാന്ത്വനം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സ്നേഹസാന്ത്വനം നമ്മൾ പഠിച്ചിരുന്നോ? സാന്ത്വനം എൻഡോസൾഫാനാണ് കേട്ടോ. ഏതാ വരുന്നത്? എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹസാന്ത്വനം. പദ്ധതികൾ മാത്രമായിട്ട് നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് ഞാൻ ഓർക്കുന്നില്ല, ഇത് തന്നിട്ടുണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വേറെയും വന്നിട്ടുണ്ട്, നമ്മുടെ വിദ്യാജ്യോതി, മിഠായി, അതൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു, അത് വന്നിട്ടുണ്ട്. ഇനിയും പിന്നെ ഏതാണ്? 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ഏറ്റവും യോജിച്ചത് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ളതുണ്ടായിരുന്നു. പിന്നെ നോക്കി വാത്സല്യ നിധി പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായിട്ട് 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഒരു ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി. അപ്പം നമ്മൾ വാത്സല്യനിധി അതിലുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അതൊന്ന് ആഡ് ഓൺ ചെയ്ത് പഠിക്കണം. പിന്നെ നോക്കി വിദ്യാജ്യോതി നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നില്ലേ? വിദ്യാജ്യോതി PHC എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഭിന്നശേഷിക്കുള്ളതാണ്. ഇവിടെ നോക്കി 2 കിട്ടിയാൽ തന്നെ നമുക്കറിയാം ഈ 2 എണ്ണം ഒന്നെങ്കിൽ B അല്ലെങ്കിൽ C. പിന്നെ ഉള്ളത് എന്താണ്? കേരള സാമൂഹിക നീതി വകുപ്പ് സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേനയാണ് ഇത് നടപ്പാക്കിയത്. അപ്പോൾ നമുക്ക് 2ഉം കിട്ടി. ആൻസർ 1 and 2 ആണ് ശരി എന്നുള്ളതാണ്. ഇനി ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഷാജർ അല്ലേ. പിന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. കേന്ദ്ര കാലാവസ്ഥ മഴയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലേ പല നിറങ്ങൾ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ SCERT പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സയൻസായി റിലേറ്റ് ചെയ്തിട്ടായാലും പേശികൾ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ, അതൊക്കെ എപ്പോഴും പ്രീവിയസ് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നേരത്തെ അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി പഠിക്കാത്തവർ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അതിൻ്റെ കൂടെ പ്രീവിയസ് പഠിക്കുക. അങ്ങനെ തന്നെ കറണ്ട് അഫയേഴ്സും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രീവിയസിൽ നിന്ന് തന്നെ കുറേ കറണ്ട് അഫയേഴ്സ് മേഖലകളൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ കമ്മ്യൂണിറ്റി റിസർവ് എന്താണ്? ഇത് പ്രീവിയസ് ആണ്. കമ്മ്യൂണിറ്റി റിസർവ്, യോജകകല, ദ്രാവകാവസ്ഥയിലുള്ള യോജകകല, രക്തം, അത് നമുക്കറിയാം. പിന്നെന്താണ്? അമോണിയയിലെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? കരളാണ്, കരൾ അല്ലേ. സൊമാറ്റോട്രോഫിൻ്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ അക്രോമെഗാലി. ഇതൊക്കെ ഇതിൽ ലൈസോസൈം, ഇതൊക്കെ ഓൾറെഡി പ്രീവിയസ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേ നോക്കി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച മിഠായി പദ്ധതി അല്ലേ, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി പദ്ധതിയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. അത് 2 മാർക്ക് കേട്ടോ, നമുക്കറിയാവുന്നതാണെങ്കിൽ അങ്ങനെ കിട്ടും. പിന്നെ ഫിസിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫിസിക്സിൽ ഈ ഒരു എന്താണ് ഇപ്പം പ്രകീർണനം, വിസരണം, പൂർണ്ണാന്തരിക പ്രതിഫലനം, അപവർത്തനം, അതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ 4 എണ്ണം എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിക്കണം. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അത് പഠിക്കാം. പിന്നെ നോക്കി 45ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അല്ലേ ചന്ദ്രയാൻ പഠിച്ചപ്പോൾ പറഞ്ഞല്ലായിരുന്നു ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യം. പിന്നെ ആദിത്യ L1 നമുക്കറിയാം അല്ലേ, സൂര്യനായിട്ട് റിലേറ്റ് ചെയ്ത്. അക്വാറേജിയ രാജദ്രാവകം എന്നാൽ അതിൽ ഈ റേഷ്യോ മാറിപ്പോവാതെ നോക്കണം കേട്ടോ. HCl നൈട്രിക് ആസിഡ്, അത് റേഷ്യോ മാറിപ്പോവാതെ നോക്കിയാൽ മാത്രം മതി. ഈ 2 എണ്ണം ബാക്കി നമുക്ക് അപ്പം തന്നെ 1:3 3:1 തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഒഴിവാക്കാം അല്ലേ. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ആണെന്ന് മനസ്സിലായാൽ തന്നെ 2 ഓപ്ഷനിൽ നിന്ന് പിന്നെ നമുക്ക് കിട്ടും. പിന്നെ 0 കാർബൺ ആയ നഗരം ഏതാണ്? സാഞ്ചി എന്നുള്ളത്. യഥാർത്ഥ ലായനി ഏതാണ് ഇതിൽ? യഥാർത്ഥ ലായനി, ഇതൊക്കെ നമുക്ക് ഏതിലുള്ളതാണ്? യഥാർത്ഥ ലായനി ഇതൊക്കെ നമുക്ക് ഏതാണ്? സയൻസിൽ 5ാം ക്ലാസ്സിൽ അല്ലേ ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ്, SCERT സയൻസ് പഠിച്ചപ്പോൾ അല്ലേ. അതെ. പിന്നെ സിങ്ക് സൾഫേഡിൻ്റെ കാര്യം, സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചതാണ്. പിന്നെ രസതന്ത്രം നോബൽ സമ്മാനമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പുക്കിളി
കീലേരി കുഞ്ഞിക്കണ്ണൻ, തിക്കോടിയനൊക്കെ കുറേ തവണ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഏത് കൃതിയിലെ വരികളാണെന്ന് ചോദിച്ചിട്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. മുഹിയുദ്ദീൻ മാലയിലെയാണ് കേട്ടോ. മുഹിയുദ്ദീൻ മാലയിലെ വരികളാണ്. എസ് പൊറ്റക്കാടിൻ്റെ രചന ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഏതാണ്? പിന്നെ നോക്കി ഇവിടെ 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയത് ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. ഇനി കേരള വനഗവേഷണ കേന്ദ്രം നടപ്പാക്കുന്നതാണ് ഏത് പദ്ധതി? മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടറായി റിലേറ്റ് ചെയ്തിട്ടായാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ സിമ്പിളായിരുന്നു. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഗിഗാബൈറ്റ് എന്നുള്ളത് അല്ലേ. പിന്നെ എന്താ, സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും എഡ്ജ് മൈക്രോസോഫ്റ്റ് ആണ്. പിന്നെ നോക്കി ആപ്പിളിൻ്റെ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൻഡ്രോയിഡ് ഗൂഗിള് അല്ലേ. അത് നമുക്ക് അതുപോലെ തന്നെ എന്താണ് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതേ ഉണ്ടായുള്ളൂ. പിന്നെ ഇതിൽ ലാൻ, വാൻ, മാൻ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ക്യാൻ ആണ്. മെറ്റ എന്നുള്ളത് നമുക്ക് അറിയാമല്ലേ, ടെലഗ്രാം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡീപ്പ് ഫേക്ക് എന്ന് വെച്ചാൽ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ അതൊക്കെ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക്. അതും നമ്മൾ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതൊന്നും വേറെ പഠിക്കുകയല്ല, മനസ്സിലാക്കിയതാണ് അല്ലേ. പിന്നെ വിവരാവകാശ നിയമത്തിൽ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ, സംസ്ഥാനത്തിലെ ഗവർണറാണ്. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 റിലേറ്റ് ചെയ്ത് ഉൾപ്പെടാത്ത സേവനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനിയും പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ലൈംഗിക അതിക്രമങ്ങളിൽ പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട് 2012. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ, പിന്നെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്. ബാക്കി നമുക്കറിയാം. മാത്സും ഇംഗ്ലീഷും മലയാളവും സിമ്പിളായിരുന്നു അല്ലേ, അത്ര വലിയ കട്ടിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതും കൂടി അനലൈസ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ഇപ്പോൾ പഠിച്ച പോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് എന്ന രീതിയിൽ പഠിച്ചു പോവാം. ഓക്കെ ആണല്ലോ. താങ്ക് യു.